അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലില് ഒരു വലിയൊരു അലിഗേഷൻ സജന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവര് പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജന എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ലേക്ക, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്നത്. നിന്ന് ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതില് 1:20 മണിയോടുകൂടി പോയി എന്നാണ് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്ത് ഒരു ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഇവര് സ്പെൻഡ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാ, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാന്ന് പറയാം. അപ്പോഴേ അതങ്ങ് ക്ലോസ് ചെയ്തു നമ്മള്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരിതുണ്ടല്ലോ. അല്ല, സജന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം
നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്. ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എന്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ 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 പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ, ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനമില്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജിന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജിനയുടെ റസൂൽ പൂക്കുട്ടിയുടെ കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് വരാനിരിക്കുന്നതിനുണ്ട്. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എന്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സർ, ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സർ നിങ്ങളോട്.
ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ. ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഡീൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാർ ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ഞാൻ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന, എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്റ്റിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ. ഇനിയെങ്കിലും ഞാൻ ഇത് നിങ്ങൾ നിയമപടി എടുക്കുമെന്ന്, ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിത് സംസാരിക്കുന്ന സംസാരം പോലും എന്നെ ഇപ്പോൾ ഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ എനിക്കും പേടിയുണ്ട് സാർ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ, വീട്ടുകാർക്ക് അപകടം വരുമോ, എനിക്ക് ഭയങ്കര പേടിയുണ്ട് സാർ. അതുകൊണ്ട് ദയവായി സാർ നിങ്ങളൊരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ.